وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിന്റെ സകല മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് അവന്റെ നിരീക്ഷണത്തെ ഭയപ്പെട്ട് പരലോകത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ക്രയവിക്രയങ്ങൾ, ഇടപാടുകൾ, സംസാര പെരുമാറ്റ ജീവിത രീതികൾ ക്രമീകരിക്കണമെന്ന് ആമുഖമായി എന്നെ തുറന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹീതരായ സ്വാലിഹീങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ കുടുംബ ജീവിതത്തിൽ വളരെ പ്രാധാന്യപൂർവ്വം അവൻ കാണേണ്ടുന്ന ഏതാനും വിഷയങ്ങളെ ചില ആഴ്ചകളിലായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരികയായിരുന്നു. അൽഹംദുലില്ലാഹ്, അവസാനത്തെ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് നൽകുന്ന സമ്മാനത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരമാവധി സുന്നത്തുകളെ ആ ഒരു കുഞ്ഞിന്റെ പേരിൽ നമുക്ക് പാലിക്കുവാനും വേണ്ടുന്ന ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കുക. അതിനെ തുടർന്നുകൊണ്ട് ഉലമാക്കന്മാരെ രേഖപ്പെടുത്തിയ മറ്റു ചില മര്യാദകൾ കൂടെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് ആ വിഷയം കൂടെ സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കുഞ്ഞ് ജനിച്ചാൽ 7ാമത്തെ ദിവസം പ്രധാനമാണ്. അവന്റെ പേര് വിളിക്കാനും അഖീഖ അറുക്കുവാനും അവന്റെ മുടി കളയുവാനും ഒക്കെ സൂചിപ്പിച്ച ഒരു ദിവസമാണ് 7ന്റെ അന്നത് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഞാനത് വിശദീകരിച്ചു. ആ ഹദീസ് വായിച്ചപ്പോ അതിൽ ഒരു ഭാഗം പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വയഹല്ലഖു ബിഹാ, അവ കുട്ടിയുടെ തല മുണ്ടനം ചെയ്യണം. മുടി കളയാൻ പല നിലക്കുമുള്ള മാർഗങ്ങൾ, കത്രികകളുണ്ട്, മെഷീനുണ്ട്, മറ്റു പല സംവിധാനങ്ങളിലും ആ പദത്തിൽ തന്നെ ഒളിച്ചിരിക്കുന്നത് മുണ്ടനം ചെയ്യണം എന്ന ഹദീസാണ്. അതുകൊണ്ട് പൂർണ്ണമായും മുടി മുണ്ടനം ചെയ്യുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളിൽപ്പെട്ടതാണ്. ഇമാം ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കിതാബിൽ സിൽസിലത്തുൽ ഹുദാ വന്നൂർ എന്ന പ്രസിദ്ധ കിതാബിൽ അദ്ദേഹം പറയുന്നത് കാന വലദൻ ഔ ബിൻതൻ, ജനിച്ചത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ആ കുട്ടിയുടെ പിറവു മുടി നീക്കുക എന്ന കാര്യത്തിൽ ഇജ്മാഉള്ള വിഷയമാണ്. നാം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെ മുടി കളയുമ്പോഴും ചെറിയ കുട്ടിയാണെങ്കിലും ആ വിഷയത്തിലും നബി പഠിപ്പിക്കുക. നഹാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, നഹാ അനിൽ ഖസഇ, ഒരു മനുഷ്യന്റെ തല മുടി വെട്ടുന്ന സമയത്ത് എല്ലാ കാലത്തും കുട്ടിയാകുമ്പോഴും മുതിർന്നവരാണെങ്കിലും ഖസഇ ചെയ്യാൻ പാടില്ല. അറബിയിൽ ഖസഇ എന്ന് പറഞ്ഞാൽ തലമുടിയുടെ ഒരു ഭാഗം വടിച്ചു കളയുകയും മറുഭാഗം വളർത്താൻ വിട്ടേച്ചു കളയുകയും ചെയ്യുന്ന രീതിയാണ്. ഇത് ചെറിയ കുട്ടിയാണെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇത് മുതിർന്ന ആളുകൾക്കും പറ്റാത്ത കാര്യമാണ്. ജനിച്ചു വീണ കുഞ്ഞിന് പറ്റില്ല എന്ന് പറഞ്ഞു.
നമ്മുടെ ചെറിയ മക്കൾ മദ്രസയിൽ സ്കൂളിൽ പോകുന്ന മക്കളുടെ മുടിയുടെ സ്റ്റൈൽ എന്താണ്? സ്കൂളിലും കോളേജിലും പഠിക്കുന്ന മക്കളുടെ മുടി ഹെയർ സ്റ്റൈല് മാത്രം ചിന്തിച്ചാൽ ആ കുട്ടിയുടെ കുടുംബവും അവന്റെ പെരുമാറ്റമടക്കം കോറിയിടപ്പെടുന്ന രൂപത്തിൽ വളരെ വിരുദ്ധമായ രൂപങ്ങളുമായി നടക്കുന്ന എത്രയോ മക്കളുണ്ട്. വാപ്പമാര് പറഞ്ഞിട്ടും മക്കൾ രക്ഷിതാക്കൾ നിരക്ക് പറഞ്ഞിട്ടും അധ്യാപകർ പറഞ്ഞാൽ ആര് പറഞ്ഞാലും എന്നെ ഉപദേശിക്കാൻ ആരും വരേണ്ടതില്ല എന്ന സ്വരത്തോടെ നടക്കുന്നവരോട് ഇസ്ലാമിന് പറയാനുള്ളത് ചെയ്യുന്നത് നബി വിരോധിച്ചിട്ടുണ്ട്. ആരൊക്കെ അനുവദിച്ചു തന്നാലും നബി അതിനെ വിരോധിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ പ്രസവിച്ച കുഞ്ഞിന്റെ മുടിയങ്ങ് വടിച്ച് കൊണ്ടനം ചെയ്ത് കഴിഞ്ഞ അവസാനം അതൊരു കയ്യിലേക്കോ പേപ്പറിലേക്കോ എടുത്തിട്ട് അതൊന്ന് തൂക്കി നോക്കണം. വിൽക്കാനില്ല, മറിച്ച് ആ തൂക്കത്തിനനുസരിച്ചുകൊണ്ട് രക്ഷിതാവ് വെള്ളി ദാനം ചെയ്യാൻ ഒരു സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കളയും. ആ മുടിയുടെ തൂക്കത്തിനനുസരിച്ചുകൊണ്ട് ദാനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തരികയാണ്. നബിയുടെ പേരക്കുട്ടിയായ അതാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഷാത്തിനെ അന്ന് അറുത്തു കൊടുത്തു, ഒരാടിനെ അറുത്തു, അല്ലെങ്കിൽ രണ്ടാടുകളെ അറുത്തു കൊടുത്തു. അഖീഖ അറുത്തു കൊടുത്തിട്ട് കുട്ടിയുടെ രക്ഷിതാവായ ഉമ്മയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഫാത്തിമ ആ കുട്ടിയുടെ തലയൊന്ന് മൊണ്ടാൻ ചെയ്യണം, തലമുടി മൊട്ടയടിക്കണം. ആ കുട്ടിയുടെ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് കൊണ്ട് നീ വെള്ളി ദാനം ചെയ്യണം. ഒന്നുകിൽ വെള്ളി, അല്ലെങ്കിൽ വെള്ളിക്ക് സമാനമായ സംഖ്യ. കൂടുതലായി ശ്രേഷ്ഠമായി പറഞ്ഞിരിക്കുന്നത് വെള്ളി തന്നെ ദാനം ചെയ്യാൻ, സ്വർണം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ തൂക്കി നോക്കാതെ ഏകദേശം കണക്ക് കൊടുക്കുന്നത് ശരിയല്ല. ആ നിലയ്ക്ക് ആ ഒരു സുന്നത്തിനെ നടപ്പിലാക്കാൻ നമ്മൾ കഴിയുന്നവരൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ജനിച്ച കുഞ്ഞുമായുള്ള ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റൊരു പ്രത്യേകമായ കാര്യമാണ് ഖീതാൻ ചെയ്യുക, ചേലാകർമ്മം ചെയ്യുക. ചേലാകർമ്മം ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതത്തിന്റെ മര്യാദകളിൽപ്പെട്ട 5 കാര്യങ്ങളിൽ ഒന്നാണല്ലോ ഖീതാൻ. ചേലാകർമ്മങ്ങൾ ചെയ്യാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ വിഷയത്തിൽ പഠിപ്പിച്ചു. കുട്ടിയാകുമ്പോൾ അത് ചെയ്യണം. പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പാണ് ചെയ്യേണ്ടത്. അതിന് 7, 14 ദിവസം ഒന്നും പറഞ്ഞിട്ടില്ല. ചേലാകർമ്മം ചെയ്യാൻ പ്രത്യേക ദിവസം പറഞ്ഞിട്ടില്ല. പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് മുസ്ലിമീങ്ങൾ ഖീതാൻ ചെയ്യണം. എന്നാൽ ഒരാൾ മുസ്ലിം ആകുന്നത് 40-ാം വയസ്സിലാണോ, അയാൾ 40-ാം വയസ്സിൽ ചേലാകർമ്മം ചെയ്യണം. അപ്പൊ അവിടെ വയസ്സല്ല, മുസ്ലിമീങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നില്ല, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മജ്മൂ' എന്ന കിതാബിൽ പറയുകയാണ്, ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഖീതാൻ ചെയ്യലാണ് അവർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ നല്ലതായിട്ടുള്ളത്. ഇനി ആ സമയങ്ങളിൽ എന്തെങ്കിലും രോഗമോ തടസ്സങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ വലുതായാലും ചെയ്യാം. എന്നാലും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ചെയ്യാനാണ് കൂടുതൽ ഹദീസുകൾ വന്നിരിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഒരാൾ മുസ്ലിമായി കടന്നു വന്നു. അയാൾ ഇതുവരെ മുസ്ലിം അല്ലായിരുന്നു. മുസ്ലിമായി നബിയുടെ മുമ്പിലേക്ക് വരിക. നബി തങ്ങൾ പറഞ്ഞു, അൽഖീ അൻക ശഅറ അൽഖീ അൻക ശഅറൽ കുഫ്രി. സഹോദരാ, നീ ആ കുഫറിന്റേതായ മുടി ഒന്ന് നീക്കം ചെയ്യുക. കാഫിരീങ്ങളുടേതായ വേഷത്തിൽ ഉണ്ടായിരുന്ന ചില മുടിയിരുന്നു. നീ നിന്റെ ആ കുഫറിന്റെ മുടി ഒന്ന് നീക്കം ചെയ്യുക. വഖ്തത്തിൻ, നീ പോയി ചേലാകർമ്മം ചെയ്യുക. അവിടെ കുട്ടിയാണോ എന്നല്ല നോക്കിയത്, മുതിർന്ന ഒരാളാണെങ്കിലും ഇസ്ലാമിലേക്ക് വന്നപ്പോ ഖീതാൻ ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വിശദീകരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് ആശയക്കുഴപ്പങ്ങളില്ല. ഇത് സ്വീകരിക്കുന്ന വ്യക്തികൾ ഇന്ന് ലോകം മുഴുവൻ, സയൻസ് മുഴുവൻ പറയുന്നു ഖീതാൻ, ചേലാകർമ്മം വളരെ നല്ല കാര്യമാണ്. ഒരുപാട് രോഗങ്ങൾക്ക് വരെ തടയിടാൻ പറ്റുന്ന നല്ല ഒരു സുരക്ഷാ മാനദണ്ഡമാണ് ഖീതാൻ ചെയ്യൽ, ചേലാകർമ്മം ചെയ്യൽ. അല്ലാഹുവിന്റെ ദീൻ എത്ര സുന്ദരമാണെന്ന് നോക്കൂ. അതുപോലെ തന്നെ ഒരു കുട്ടി മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന, പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവർക്ക് മൂത്രമൊഴിക്കുമല്ലോ. സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആ കുട്ടികളുടെ മൂത്രമായാൽ നമ്മൾ എന്ത് ചെയ്യണം? കാഷ്ടാണെങ്കിൽ തർക്കമൊന്നുമില്ല, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കഴുകിക്കളയണം. എന്നാൽ നബി തങ്ങളുടെ ഹദീസിൽ പഠിപ്പിക്കുകയാണ്,
കുട്ടിയുടെ മൂത്രമാണ്, പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ ആൺകുട്ടിയാണ് മൂത്രമൊഴിച്ചതെങ്കിൽ ആ മൂത്രമായ ഭാഗത്തേക്ക് വെള്ളം ഒന്ന് കുടഞ്ഞാൽ മതി, വെള്ളം തളിക്കുക. എന്ന പെൺകുട്ടിയാണെങ്കിലോ പെൺകുട്ടിയാണെങ്കിൽ മൂത്രമായ ഭാഗം അവർ കഴുകിക്കളയട്ടെ. അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ? അല്ലാഹുവിന്റെ ദീനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി എളുപ്പത്തിൽ ഓരോ വിഷയങ്ങൾ പഠിപ്പിച്ചു തരിക. എന്നാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഓരോ വീടുകളിലും മാമൂലുകളും അനാചാരങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരാൾ കാണിച്ചു എന്ന് കണ്ടാൽ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടാൽ, ഏതെങ്കിലും ഒരു സ്റ്റാറ്റസിൽ കണ്ടാൽ അത് എന്റെ വീട്ടിലും വേണം, അത് എന്റെ കുട്ടിക്കുമാകണം, അത് അടുത്ത വർഷം മുതൽ ഞങ്ങളും ചെയ്യും എന്ന രൂപത്തിൽ എല്ലാ വേണ്ടാത്തതും അനുകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ നബി തങ്ങൾ പഠിപ്പിച്ചു, ചില കുട്ടികളുടെ വിഷയത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അനാചാരങ്ങൾ കടന്നു വരുന്ന വഴിയാണ് അരയിൽ നൂല് കെട്ടുക. ചിലപ്പോൾ അത് ഏതെങ്കിലും പോലീസയാക്കപ്പെട്ട നൂല്, ചിലപ്പോൾ സാധാരണ ഒരു നൂല്, മുസ്ലിമിന്റെ ചര്യകളിൽ പെടാവുന്നതല്ല അത്. ആ നൂല് കെട്ടുന്ന രീതി മറ്റേ ചിലപ്പോ ഏലസ് ഐക്കല്ല് വരെ ചെറിയ കുട്ടികളുടെ മേലൊക്കെ കൊണ്ടുവന്ന് കെട്ടുന്ന എത്ര ആളുകൾ കാണാറുണ്ട്. അത് പാടില്ലെന്ന് പഠിപ്പിച്ചു. എന്നാൽ വേണമെങ്കിൽ അങ്ങനെ ഒരു കെട്ട്, അരയിൽ ഒരു കെട്ട് ആവശ്യമാണെങ്കിൽ അവർക്ക് വെള്ളി ഉപയോഗിക്കാം, ചരടല്ല ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ ചില ഉമ്മമാരെ പ്രസവം കഴിഞ്ഞാല് എത്രയായാലും 40 ആയാലും കുളിച്ച് നിസ്കരിക്കുന്നില്ല, 90 ആയാലും കാത്തിരിക്കും. ഓരോരുത്തർ ദിവസം കാത്തിരിക്കാം. 40ന്റെ അന്നൊരു പ്രത്യേക കുടിയില്ല, 90ന്റെ അന്നൊരു പ്രത്യേക കുടിയില്ല. മറിച്ച് ഉലമാക്കന്മാര് പറഞ്ഞത്, എന്നാണോ അവൾ പ്രസവ രക്തം നിന്ന് ശുദ്ധിയാകുന്നതെങ്കിൽ അത് 30-നാണോ 35-നാണോ ഏത് ദിവസമാണെങ്കിൽ അന്ന് മുതൽ അവൾ നിസ്കാരം ആരംഭിക്കണം, അന്ന് ആരംഭിക്കണം. ഭാര്യമാരോട് ഇതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ നാട്ടിലെ ഏതോ കാരണവർ ഏതെങ്കിലും വയസ്സായ സ്ത്രീകളെ തീരുമാനിക്കുകയാണ്. എന്നിട്ട് മാത്രമല്ല, ആ 40 ആളെ വിളിച്ചു കൂട്ടി ചടങ്ങുണ്ടാക്കുന്ന പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് അവിടെ? അവിടുന്ന് 40. എന്താണ് അവിടെ ജനത്തിരക്ക്? അവിടുന്ന് 90. ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. അതത്ര ആഘോഷിക്കേണ്ട ഒരു മാമൂലല്ല എന്നുള്ളത് കൃത്യമായി നമുക്ക് ഉലമാക്കന്മാർ വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നു. അതോടൊപ്പം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആൺകുട്ടികളെ സ്വർണം കെട്ടിപ്പിക്കുന്ന ആളുകൾ ജാഗ്രത കാണിച്ചോളൂ. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞാണ്, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ സ്വർണം ധരിപ്പിച്ച് സന്തോഷിപ്പിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? എന്റെ ഉമ്മത്തിലെ ആണുങ്ങൾക്ക് സ്വർണം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ആൺവർഗം എന്ന് പറഞ്ഞു, മുതിർന്ന ആണിനെ നല്ല ആണാണോ അവർക്ക് സ്വർണം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആൺകുട്ടികളെ സ്വർണം ധരിപ്പിക്കുന്നത് രക്ഷിതാക്കളാണ്. ആൺകുട്ടികൾക്ക് മദ്യം ആരാണോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ആരാണോ മദ്യം കൊടുക്കുന്നത് അവരാണ് കുറ്റക്കാരൻ. അതേപോലെ ആരാണോ കുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കുന്നത് അവരാണ് അതിന്റെ ഉത്തരവാദി എന്ന് ഇമാം കസാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. മദ്യം പോലെ അതാരാണോ അവരെ കുടിപ്പിക്കുന്നത് അവരാണ് ഉത്തരവാദി, അവരാണ് അതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരിക. സ്വർണത്തിന്റെ വിഷയത്തിലും അതാണ്. എന്നാൽ ആൺകുട്ടികൾക്ക് വെള്ളി ആഭരണങ്ങൾ ധരിപ്പിച്ചു കൊടുക്കൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. സ്വർണം ധരിപ്പിക്കാൻ അനുവദിച്ചില്ല. ചില ആൾക്കാർ ചോദിക്കും, അതിന്റെ യുക്തി എന്താണ്? എന്താണ് പെൺകുട്ടികൾക്ക് പറ്റും, ആൺകുട്ടികൾക്ക് എന്താ പറ്റാത്തത്, എന്താ ധരിച്ചാൽ കുഴപ്പം? സുഹൃത്തുക്കളെ, ഒന്നുമില്ല. അല്ലാഹുവിന്റെ ദീനാണ് പഠിപ്പിച്ചത്. എന്താണ് യുക്തി? എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് സ്വർണം പറ്റൂല എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ദീനാണ് യുക്തി. വേറെ തെളിവുകൊണ്ട് തന്നെ ഒരു ആണിനും ഒരു പെണ്ണിനും ഒരു മുഅ്മിനിനും മുഅ്മിനത്തിനും പറ്റില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹുവും റസൂലും ഒരു തീരുമാനം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അയ്യകൂന ലഹുൽ ഖൈറതു മിൻ അംരിഹിം, അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള അവകാശം അതിലില്ല. അള്ളയും റസൂലും ഒരു തീരുമാനം ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ അതിനെ അങ്ങോട്ട് ചോദ്യം ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്യും, അതിനെന്താ കുഴപ്പം, ഞാൻ അങ്ങനെ ചെയ്യും, അതിനെന്താ കുഴപ്പം? ചോദ്യം ശരിയല്ല. അങ്ങനെ ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചാൽ ഫഖദ് വല്ല വലാലം
മുബീനാ. അവൻ വ്യക്തമായ വഴികേടിലാണ്, അവൻ നാശത്തിലാണ്, അവൻ മഹാ അപകടത്തിലാണ്. ദീൻ ഒരു കാര്യം പറയുന്നു, അവൻ അതിനെതിരെ പ്രവർത്തിക്കുന്നു. അത് മഹാ അപരാധമാണ്, മഹാ അപകടമാണ്. എന്തുകൊണ്ട് ആൺകുട്ടികളെ പെൺകുട്ടികളെ പോലെയുള്ള വസ്ത്രം ധരിപ്പിക്കണം? എന്തിന് പെൺകുട്ടികളെ ആൺകുട്ടികളുടെ വസ്ത്രം ധരിപ്പിക്കണം? ആരാണ് ഇതിന്? മതത്തിന്റെ പ്രശ്നമാണ് ഇത്, മതത്തിന് ആൾക്കാരുണ്ടാക്കിയ പ്രശ്നമാണ്. എന്താ അങ്ങനെ ധരിച്ചാൽ, എന്താ ഇങ്ങനെ ധരിച്ചാൽ എന്നൊക്കെ ചോദിക്കുന്നവരോടൊക്കെ നമ്മൾ ഒരിക്കലും പൂവൻകോഴിനെ പിടിച്ചിട്ട് മുട്ടയിടാൻ വേണ്ടി കൂട്ടുകയറ്റാറില്ല. പൂവൻകോഴി വേറെ, പിടക്കോഴി വേറെ. അത് രണ്ടുമാണ് സുഹൃത്തുക്കളെ. ഈ നിലക്ക് മനുഷ്യരെ ആകെ കൂടെ നാശത്തിന്റെ വക്കിലേക്ക് തള്ളി നീക്കുകയും എന്നിട്ട് മുസ്ലിമീങ്ങൾ പോലും ന്യായീകരിക്കുന്നു. എന്താ കുഴപ്പം? സ്ത്രീകളോട് സാദൃശ്യമുള്ള പുരുഷന്മാരെ ശപിച്ചിരിക്കുന്നു. ഒരു പുരുഷൻ ധരിക്കുന്ന വസ്ത്രം, സ്വന്തം ഭർത്താവ് ധരിക്കുന്ന വസ്ത്രം എടുത്ത് ഒരു ഭാര്യക്ക് പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റില്ല. അത് പെണ്ണ് പെണ്ണാണ്, ആണ് ആണാണ്, തിരിച്ചും രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രങ്ങൾ ആണ് പെണ്ണിന്റെ, പെണ്ണ് ആണിന്റെ വസ്ത്രം ധരിച്ച് ശപിച്ചിരിക്കുന്നു. ഇസ്ലാമിൽ ഒരു കാര്യം പാടില്ല, വിരോധിച്ചിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് കുറ്റകരമായ കാര്യമാണ്. അതിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? നമുക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സമ്മതിച്ചു കൊടുക്കേണ്ട സുഹൃത്തുക്കളെ, തെറ്റ് കാണുമ്പോ അതിനെതിരെ ശ്രദ്ധിക്കാതെ, സംസാരിക്കാതെ, അതിനെതിരെ എതിർപ്പ് കാണിക്കാത്തത് പോലും കുറ്റമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമും ഒരു ന്യായം അങ്ങ് പഠിപ്പിച്ചു തന്നാൽ പിന്നെ യുക്തി എന്ത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അതാണ് ഈ വിഷയത്തിൽ പറഞ്ഞത്. എന്നാൽ ഉലമാക്കന്മാര് ഈ വിഷയം പറഞ്ഞപ്പോ സൂചിപ്പിക്കുന്നുണ്ട്, സ്വർണം ഒരു കുട്ടിക്ക് ധരിപ്പിക്കരുത് എന്ന്, ആ കുട്ടിക്ക് ധരിപ്പിക്കരുതെന്ന് പറയാനുള്ളതിന്റെ യുക്തി ഇനി വേണമെങ്കിൽ ഒന്ന് വിശദീകരിക്കാം. അതിൽ ഒന്നാമത്തെ കാരണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. ഇനി അല്ലാതെ അതിന്റെ ഹിക്മത്ത് മനസ്സിലായേ പറ്റുമെങ്കിൽ ഒരു കാര്യം നീ അറിഞ്ഞോ, ഒരു പെണ്ണ് അവൾക്ക് സൗന്ദര്യം വർദ്ധിക്കാനും ഭംഗി വർദ്ധിക്കാനും വേണ്ടിയാണ് സ്വർണം ധരിപ്പിക്കാൻ പറഞ്ഞത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പൗരുഷമാണ് അവന്റെ സൗന്ദര്യം. അവൻക്കിനി വേറൊരു സാധനം തേച്ചു വെക്കേണ്ട ആവശ്യമില്ല. ആ പൗരുഷ്യം അവന്റെ സൗന്ദര്യത്തിലുള്ളത് കൊണ്ട് ഇനി അവന്റെ സ്വർണം ഇത്ര വിലപിടിപ്പുള്ളത് അവന് വേണ്ടെന്ന് പറഞ്ഞതായി ഉലമാക്കന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അതിന് എന്ത് കാരണമാകട്ടെ അവിടേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതില്ല. ദീനിന്റെ വിഷയത്തിൽ എന്താ ഉള്ളത് സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലേ അത് നോക്കുക. അതേപോലെ തന്നെയാ നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചതിന്റെ സന്തോഷങ്ങൾ ഓരോരുത്തരും കാണിക്കാൻ വർഷമൊന്ന് തികയുമ്പോ ബർത്ത്ഡേ ആഘോഷിച്ചില്ലെങ്കിൽ ഞാനെന്തോ മോശക്കാരനാണെന്ന് സ്വയം തോന്നാം. എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ അവസാനത്തിൽ ഒരു ബർത്ത്ഡേയുടെ പേര് പറഞ്ഞ ഒരു സഹോദരന്റെ മുഖത്തും മൂക്കിലുമൊക്കെ കേക്കടിച്ച് കയറ്റി മരിച്ചു വീണ വാർത്ത വരെ നമ്മൾ എപ്പോഴും കേൾക്കാണ്. ഇതിന്റെ ശാപഭാരങ്ങൾ ആരാണ് സുഹൃത്തുക്കളെ? ഇതിപ്പോ തുടങ്ങി വെച്ചത് ആരാണ്? ആരാണ് ഇതിന്റെ പിന്നിൽ? ആലോചിക്കുക. ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ഫത്വയുണ്ടോ? ഉലമാക്കന്മാർ എത്ര കൃത്യമായി പറഞ്ഞു, ഇത് ഇസ്ലാമിലെ സ്വഹാബത്തിന്റെ നബിതങ്ങളുടെ ഉലമാക്കന്മാരുടെ ആരുടെയും സമ്മതമില്ലാത്ത ക്രൈസ്തവരുടെ, യഹൂദികളുടെ, നസാറാക്കളുടെ ചര്യയാണ്. മക്കളോട് സ്നേഹമുള്ളവർ, ഇസ്ലാമിനെ പാലിക്കുന്നവർ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കരുത് എന്നൊരു ഹദീസ് പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ, മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഒരു ഖൗമിന്റെ ആശയത്തോട് സാദൃശ്യപ്പെട്ടാൽ ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാണ് കേട്ടോ. അബൂ ദാവൂദ് റളിയല്ലാഹു ഉദ്ധരിച്ച ഹദീസിൽ ഏതൊരു ആദർശത്തിന്റെ, ഏതൊരു മതത്തിന്റെ ആശയങ്ങളോട് അതുപോലെ സാദൃശ്യപ്പെടുന്നുണ്ടോ അവൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാം. അതുകൊണ്ടൊക്കെ ആകാശം ഇടിഞ്ഞു വീഴോ, എന്താ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ദീനിനെ കൈപിടിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ആള് വ്യക്തമായ വഴികളിലാണ്. മക്കളുണ്ടാവാത്തവരാണ് സ്വഹാബത്തൊക്കെ. പ്രവാചകന്മാർക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല. എത്ര സംഭവങ്ങൾ നമ്മൾ വായിച്ചു. എന്നാൽ അവർക്ക് ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു ചരിത്രം? ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അനാചാരങ്ങൾ കടന്നു വരാതെ, നന്ദികേട് കാണിക്കാതെ, ദീനിൽ നല്ല മക്കളായി ഇസ്ലാമിന്റെ മൂല്യങ്ങൾ കൊടുത്തു വളർത്താം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, നമുക്കൊരു കുട്ടിയെ വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ നമുക്ക് തന്നുവെങ്കിൽ ആ കുട്ടിയെ കുറിച്ചുള്ള പ്രാർത്ഥനയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മിൻ അസ്വാജിനാ വ ദുരിയാതിനാ എന്ന് പറഞ്ഞിട്ട് ഖുർറത അയ്യുൻ,
മക്കളിലൂടെ കൺകുളിർമയുണ്ടാകണേ എന്ന് ആഗ്രഹിക്കുന്നവർ ദീനിനെ നന്നായി മുറുകെ പിടിച്ച് കുടുംബത്തിന് പരിചരണത്തിൽ, സന്താന പരിപാലനത്തിൽ അതിനുവേണ്ട പണിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞു, മരിച്ചാലും നമുക്ക് ഉപകരിക്കുന്ന 3 കാര്യങ്ങളിൽ വലദൻ സാലിഹുൻ യദഊലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനമുണ്ടോ? സാലിഹായ ഒരു സന്താനം ജീവിതത്തിൽ നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക്, ബർസഖിലേക്ക് പ്രകാശം നിറച്ചു തരാൻ, നന്മ നിറച്ചു തരാൻ, തുലാസിൽ കനം കൂട്ടാൻ ശക്തമത്തായ ഒരു കാര്യമാണ് നല്ല ഒരു മകളെ വളർത്തിയെടുക്കാൻ സാധിക്കുക എന്നത്. നബിമാരൊക്കെ പ്രാർത്ഥിച്ചത് കുട്ടിയെ തരണേ എന്നല്ല, വിശിഷ്ട ഗുണങ്ങൾ ചേർന്ന കുട്ടിയെ തരണേ. ആ രൂപത്തിലേക്ക് അവരെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാട്ടിലെ മാമൂലികളും അനാചാരങ്ങളിലും ചെന്ന് വീണ് നമ്മളും നാട്ടിൽ ഒരാളായി ചപ്പുചണ്ടികൾക്കിടയിൽ തങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇത്രത്തോളം എന്ന് വെച്ചാൽ അവര് നന്നാവാൻ നല്ല തർബിയത്ത്, നല്ല പരിചരണം കൊടുക്കാൻ പറഞ്ഞു. മക്കളുടെ വിഷയത്തിൽ ഒരിക്കൽ പറഞ്ഞതില്ല, വിശ്വാസികളെ, നിങ്ങൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കരുത്. ഞാൻ നശിക്കണേ, ഞാൻ തകരണേ, ഞാനാകെ പ്രശ്നത്തിലാകണേ, പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്കെതിരായി പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ മക്കൾക്കെതിരായി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കാം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിസന്ധിയിലേക്ക് വാക്ക് നമ്മൾ പറയാം, ഇതൊന്നും ഞാൻ നന്നാവൂല, നിന്നെ കൊണ്ടൊന്നും എനിക്ക് വേറുണ്ടാവില്ല, നിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യം. എങ്ങനെ ഒരുപാട് വാക്കുകൾ പ്രാർത്ഥനയുടെ വേറെ രൂപത്തിൽ കടന്നു വരുന്ന ശാപത്തിന്റെ സ്വരം പറഞ്ഞു പോയോ? മക്കൾക്ക് പല ദൂഷ്യങ്ങളുണ്ടാകും, അവർക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. എന്താ കാരണം? ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളത് പ്രാർത്ഥിച്ചോ, മക്കൾക്കെതിരായോ അനുകൂലമായോ പ്രാർത്ഥിക്കോ, ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ഘട്ടമാണ്. നിങ്ങളതുകൊണ്ട് മക്കൾക്കെതിരെ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. സ്നേഹത്തോടെ, വളരെ നല്ല പരിചരണത്തോടെ, ഈമാനികമായ നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു നബിയുടെ പേരക്കുട്ടിയാണ്. വഴിയിലൂടെ നടന്നിങ്ങനെ നീങ്ങുമ്പോ, ഒരു യാത്രയിൽ വഴിയിലൂടെ നീങ്ങുമ്പോ നബിയുടെ മുമ്പിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കളിക്കാൻ നബി അടുത്തേക്ക് വിളിച്ചു, ഹുസൈൻ താൻ വരൂ. മോനെ വന്നില്ല. നബിനെ ഒന്ന് കളിപ്പിക്കാന്നല്ലോ, വല്യപ്പയാണല്ലോ. കുറച്ചു നേരം ഇങ്ങനെ ഓടിപ്പിച്ച്, കുറേ സമയം ഓടിപ്പിച്ച് അവസാനം നബി പോയി പിടിച്ചു. നമ്മളാണെങ്കിൽ എന്താണോ കയ്യിൽ കിട്ടിയതെങ്കിൽ അപ്പൊ 2 പൊട്ടിച്ചിട്ട് ബാക്കി സംസാരത്തോടെ എന്നെ കളിപ്പിക്കാൻ നീ എന്താ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ കുട്ടിയാണ് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഈ മോനെ നീ ഇഷ്ടപ്പെടണേ, അല്ലാഹുവേ ഇവനെ ഇഷ്ടപ്പെടണേ നീ. പിന്നാലെ നടന്ന് ഓടിപ്പിച്ച കുട്ടിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നു. സ്ത്രീകളുണ്ട്, കുട്ടികൾ വെള്ളിയുണ്ട്. ആ സമയത്ത് നബി ദീർഘമായി നിസ്കരിക്കണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും ആ കരച്ചിൽ കേൾക്കുമ്പോൾ നബി നിസ്കാരത്തിന്റെ ആയത്തുകളുടെ എണ്ണം കുറക്കുന്നു. കുട്ടികളുടെ വേദന പോലും നിസ്കാരം ചുരുക്കും. നിസ്കാരത്തെ പ്രാധാന്യമുണ്ട്, അതുപോലും ചുരുക്കുന്നു. കുട്ടികളുടെ കരച്ചിലിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് നമസ്കരിക്കാം. പേരക്കുട്ടി മുതകിലാണ് കയറിയിരുന്നു. നബി ഇമാമാണ്, നിസ്കരിക്കുമ്പോ സുജൂദിന്റെ രംഗത്ത് തൂണിൽ കയറിയിരുന്നു. കുറെ സമയം കഴിഞ്ഞിട്ടും സുജൂദ് തെളിയിട്ടില്ല. സ്വഹാബത്താകെ ഭയപ്പെട്ടു പോയി. നമസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, നബി എന്റെ ഇന്ന് സുജൂദ് ഒരുപാട് സമയമെടുത്തല്ലോ. അത് മുതകത്ത് കുട്ടിയായിരുന്നു. അവനെന്നത് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്നതാണ്. സ്വന്തം നമസ്കാരത്തിൽ പോലും തന്റെ കുട്ടിയൊന്നും പിടിച്ചിടാൻ നബിക്ക് തോന്നിയില്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റം എവിടെയാണ്? നമ്മൾ എത്രമാത്രം അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്? ആത്മാർത്ഥമായിട്ട് ചോദിക്കേണ്ട സുഹൃത്തുക്കളെ, നമ്മൾ എത്ര ദിവസമായി നമ്മുടെ കുട്ടിയെ ചുറ്റിച്ചിട്ട്, നമ്മൾ എത്ര ദിവസമായി നമ്മുടെ കുട്ടിയെ കൈകളിൽ തലോടിയിട്ട്, നമ്മൾ എത്ര ദിവസമായി മോനെ എന്നൊന്ന് നമ്മുടെ കുട്ടിയെ വിളിച്ചു. സ്വയവും ഭരിക്കലും ചീത്ത വിളിക്കലും ശകാരം കൊണ്ട് മാത്രം തന്റെ മക്കളെ നേരാക്കാമെന്ന് ആരെങ്കിലും
വിചാരിക്കേണ്ട. സ്നേഹം മാത്രമാണ്, സാന്ത്വനിപ്പിക്കലാണ്, ആശ്വാസമേഖലാണ്, തവക്കുലോടുകൂടെ മക്കളെ പരിചരിക്കലാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ആ വിഷയങ്ങൾ സൗരവത്തിൽ കാണുക. ഇസ്ലാമികമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ തർബിയത്തുൽ ഔലാദ് എന്ന വിഷയത്തിൽ വായിക്കാൻ കഴിയും. അതൊക്കെ നമ്മളൊന്ന് ഉൾക്കൊള്ളുക. അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും സ്വർഗത്തിന്റെ വിശാലമായ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഇസ്ലാമിക മര്യാദകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാം നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രസിദ്ധനായ സ്വഹാബി ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പല ഘട്ടങ്ങളിലും ഇസ്ലാമിക അക്കമഴിഞ്ഞ് സഹായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് സമ്പത്തതായിരുന്നു. ആ സമ്പത്ത് അദ്ദേഹം ഉണ്ടാക്കിയത് കച്ചവടത്തിലൂടെയാണ്. തന്റെ കച്ചവടം കൊണ്ട് ഇസ്ലാമിക പാവപ്പെട്ടവർക്ക് സാധുക്കൾക്ക് അകമഴിഞ്ഞ് കൊടുത്തത് കൊണ്ട് 3 പേരാണ് വിളിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിളിച്ചത് ത്വൽഹത്തുൽ ഫയ്യാം, സമ്പത്തൊഴുക്കുന്ന ത്വൽഹത്ത്. ഒരിക്കൽ വിളിച്ചത് ത്വൽഹത്തുൽ ഖൈർ, ഗുണവത്ത ത്വൽഹത്ത്. ഒരിക്കൽ വിളിച്ചത് ത്വൽഹത്തുൽ ജൂദ്, ഔദാര്യം ചെയ്യുന്ന ത്വൽഹത്ത്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ കച്ചവടം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ കുറെ ആളുകളുടെ ചീത്ത പേര്, നാട്ടിലെ കുറെ ആളുകളുടെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ. കച്ചവടം കൊണ്ട് നന്മ നേടിയെടുത്ത ത്വൽഹത്തിന്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഇസ്ലാം ആ രംഗത്ത് പാടിക്കാൻ പറഞ്ഞ പഠിപ്പിച്ചു തന്ന മര്യാദകൾ എത്രമാത്രം നമ്മൾ ഉൾക്കൊള്ളണമെന്ന് ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താജിറുസ് സദൂഖുൽ അമീൻ, സത്യസന്ധന്മാരായ വിശ്വസ്തരായ കച്ചവടക്കാർ. നല്ല പണിയാണ്. സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ നബിമാരുടെ കൂടെയാണ്. ഭയങ്കര സ്ഥാനത്ത് സുദീഖുമാരുടെ ശുഹദാക്കന്മാരുടെ സ്ഥാനത്തെത്താൻ സാധിക്കും. അത്ര വലിയ നന്മയാണ് ആ ഒരു രംഗം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ. ഒരിക്കലും പറയാ, ഒരാൾ നബിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നബിയെ ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ് നബിയെ, നല്ല സമ്പത്ത് ഏതാണ്? നബിയുടെ മറുപടി, ഒരു മനുഷ്യൻ തന്റെ കൈയോട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്താണ് നല്ല സമ്പത്ത്. പണിയെടുത്ത് ജീവിക്കുക, അതാണ് നല്ല സമ്പത്ത്. പിന്നെയോ രണ്ടാമത്തത് പുണ്യമാക്കപ്പെട്ട നന്മയാക്കപ്പെട്ട പറഞ്ഞ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന സമ്പത്ത്. ഇസ്ലാം അനുവദിച്ച മാർഗത്തിലുള്ള കച്ചവടം ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് നല്ലതാണ്. അല്ലാഹു നമുക്ക് റിസ്ക് തരണം, അതിന് ജോലി ചെയ്യണം, കച്ചവടം വേണ്ടവർ കച്ചവടം ചെയ്യേണ്ടി വരും. അതൊന്നും ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ വീട്ടിലിരുന്ന പടച്ചോ വിചാരിച്ച റിസ്ക് കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഞാൻ ജോലിക്കൊന്നും പോകൂല, ഞാൻ പള്ളിയിലോ വീട്ടിലോ അടങ്ങിയിരിക്കാം, അത് അള്ളാഹ് വിചാരിച്ചാൽ റിസ്ക് കിട്ടും എന്ന് പറഞ്ഞ് അധ്വാനിക്കാതെ പോകുന്ന ആളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഓനൊരു വിവരമില്ലാത്ത വിവേകമില്ലാത്ത മനുഷ്യനാണ്, വിഡ്ഢിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക, നബി തങ്ങൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്കറിയില്ലേ? എന്റെ കുന്തത്തിന്റെ താഴെയാണ് എന്റെ റിസ്ക് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വെച്ച് ഉപയോഗപ്പെടുത്തിയാലാണ് റിസ്ക് ലഭിക്കുക. അതൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. അങ്ങാടിയിലൂടെ, മദീനയുടെ അങ്ങാടിയിലൂടെ 2 വശങ്ങളിൽ കച്ചവടക്കാർ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ഇന്ന് പോയാലും നമുക്കത് കാണാൻ പറ്റും. ആ കച്ചവടക്കാരുടെ ഇടയിലൂടെ ഇങ്ങനെ നീങ്ങുമ്പോ നബി അവരൊക്കെ ഇങ്ങനെ നോക്കി, എന്നിട്ട് വിളി വിളിച്ചു, യാ മഅ്ശറ തുജാർ, കച്ചവടക്കാരെ. ഒരു വിളി, കച്ചവടക്കാരെ എന്നാണ് വിളിച്ചപ്പോ കച്ചവടത്തിന്റെ തിരക്കിലുണ്ടായിരുന്നവർക്ക് അവിടെ കഴുത്തുകൾ പൊന്തിച്ചു. അവരെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ നബി കൊടുത്ത ഉപദേശമാണ്, ഇന്ന തുജാർ
കുറെ കച്ചവടക്കാർ വരും, വളരെ മോശപ്പെട്ട അഭിനയം. രക്ഷപ്പെടുന്നത് ആരാണ്? ഇല്ല കച്ചവടത്തിൽ തഖ്വ പാലിച്ചവർ, നല്ല പുണ്യം ചെയ്തവർ, നല്ല ദാനം ചെയ്തവരാണെങ്കിൽ മാത്രം അങ്ങനത്തെ ആൾക്കാർ രക്ഷപ്പെടും. അല്ലാത്ത മോശപ്പെട്ടവരായിക്കൊണ്ട് വരുന്ന അവസ്ഥയുണ്ടാകുന്ന ആളുകളുമുണ്ട്. മറ്റൊരു ഹദീസിൽ നബി പറഞ്ഞു, 5 ആളുകൾ അവർ നരകത്തിലാണ്. 5 വിഭാഗം ആളുകൾ, 5 വിഭാഗം ആളുകൾ നരകത്തിലാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വായിക്കാം. ഒരാൾ അയാൾ നേരം വെളുക്കുന്നില്ല, വൈകുന്നേരമാകുന്നില്ല, ഇല്ല നിന്നെ വഞ്ചിക്കുന്നവനാണ്. നിന്റെ കുടുംബത്തെ, നിന്റെ സമ്പത്തിനെ വഞ്ചിക്കുന്നവനാണോ അവൻ നരകത്തിന്റെ അവകാശം. മറ്റുള്ളവരിലേക്ക് അപഹരിച്ചെടുക്കുന്ന, വഞ്ചിച്ചെടുക്കുന്നത് ശീലമുണ്ടോ? നീ നരകത്തിന്റെ അവകാശിയാണ്. സഹോദരങ്ങളെ, നല്ല ഒരു കച്ചവടക്കാരനാകണമെങ്കിൽ, നല്ല ഒരു കച്ചവടത്തിന്റെ ലാഭവും ഹലാലും ബറക്കത്തും ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ഉലമാക്കന്മാർ ചുരുങ്ങിയത് പറഞ്ഞത് 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. 1, നിയ്യത്ത്. എന്താ നിയ്യത്ത്? രാവിലെ പോയിട്ട് ആളുകളെ കണ്ട് പരമാവധി പറ്റിക്കണം, പരമാവധി വിലക്കുന്ന ആൾക്കാരെ ചൂഷണം ചെയ്യണം. അല്ല, എന്റെ കച്ചവടം കൊണ്ട് എനിക്കും എന്റെ മറ്റുള്ള ആളുകൾക്കും ഉപകരിക്കണം, ആളുകൾ ആരെയും പ്രയാസപ്പെടുത്തും നിലപാടിന്റെ അടുത്ത് ഉണ്ടാവുന്ന നിയ്യത്ത്. ആരെങ്കിലും അല്ലാഹുവിനോട് പരിശുദ്ധി ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു അവന് പരിശുദ്ധി കൊടുക്കും. തന്റെ സമ്പത്തിലും ജീവിതത്തിലും പടച്ചോനെ തെറ്റായ രൂപത്തിലുള്ള പൈസ ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിച്ചാൽ അല്ലാഹു അവൻക്കത് കൊടുക്കുമെന്ന നല്ലൊരു നിയ്യത്ത് കാണുക. രണ്ടാമത്തേത് വേണ്ടത്, കച്ചവടത്തിൽ നശിക്കോ, ലാഭം ഉണ്ടാകൂലേ, നഷ്ടപ്പെടൂ, പറ്റില്ല, ധൈര്യം വേണം, ശുജാഅത്ത്. മൂന്നാമത്തേത് അല്ലാഹുവിൽ നല്ല തവക്കുലായിട്ട് കച്ചവടം ചെയ്യണം. പടച്ചോനിൽ നല്ല പ്രതീക്ഷയും വേണം. കച്ചവടം ആരംഭിക്കുന്നതിന് മുമ്പ്, കടയിടുന്നതിന് മുമ്പ് ഇസ്തിഖാറ, റബ്ബേ ഇത് നല്ലതാണെങ്കിൽ എന്നെ അടുപ്പിക്കണം, തെറ്റാണ്, ശരിയല്ല, മോശമാണെങ്കിൽ ഇത് തന്നെ മാറ്റണമെന്ന് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ഒരു കച്ചവടമൊക്കെ തുടങ്ങി തീരുമാനത്തിൽ പോകും. നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് ആളുകൾ തിരുന്ന അഭിപ്രായം ചോദിക്കുക. 4ാമത് ഉലമാക്കന്മാര് പറഞ്ഞത്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കച്ചവടത്തിൽ ശ്രദ്ധിച്ചോ, എങ്കിൽ അള്ളാഹു പോംവഴി ഉണ്ടാക്കി തരും. 4ാമത്തെ കാര്യം പറഞ്ഞത്. 5ാമത്തെ കാര്യം ശ്രദ്ധിക്കുക, ഇസ്ലാം എന്തെങ്കിലും ഒരു കാര്യം പാടില്ല, അരുതെന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടോ അത് നമ്മുടെ കടയിൽ ഉണ്ടാകാൻ പാടില്ല. സിഗരറ്റ് ഉണ്ടോ, പൂർത്തികളുണ്ടോ? അതിന് വേണ്ടത് മനസ്സിനുള്ളിൽ ഇസ്ലാമിന്റെ ഈമാനിന്റെ ഒരു കണിക. അതിന്റെ പേരിൽ തനിക്ക് തന്റെ കച്ചവടത്തിലോ തന്റെ ജീവിതത്തിലോ കുറവ് വരുമെന്ന് ഭയപ്പെടുന്നുവെങ്കിൽ പടച്ചോനെ വിശ്വാസത്തിലായിട്ട് അല്ലാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കന്മാരെ സ്വീകരിക്കുന്ന വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ, മാറ്റിവെക്കണം. ഇസ്ലാമിനെ യോജിക്കാത്ത ആഘോഷങ്ങളോ ആചാരങ്ങളുടെയോ വസ്തുക്കളോ പ്രൊഡക്റ്റുകളോ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടോ, ഒഴിവാക്കാൻ കഴിയണം. അല്ലാഹുവിന് സന്താനമുണ്ടെന്ന് വാദിക്കുന്ന യഹൂദികളുടെ നസാറാക്കളുടെ വാദം, അതിനെ സമ്മാനിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റുകളും അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ഷോപ്പിലുണ്ടോ, ഒഴിവാക്കണം. അല്ലെങ്കിൽ ആ കച്ചവടത്തിൽ എന്താ, ഞാൻ എന്റെ നോക്കില്ല, എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ ദീനിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാള് മറ്റൊരാളുടെ സമ്പത്ത് ന്യായമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അല്ലാഹു അതിൽ ബർക്കത്ത് കൊടുക്കും, നല്ല അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ. ഹക്കല്ലാത്ത മാർഗത്തിലാണ് ഒരാൾ പണം ഉണ്ടാക്കുന്നതെങ്കിൽ എത്ര കഴിച്ചിട്ടും വിശപ്പ് മാറാത്തവനെ പോലെയാണ് അവന്റെ ജീവിതത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. ഈ ഹദീസെല്ലാം വിശദീകരിച്ചപ്പോ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ കൊടുത്ത വാക്ക് ചേർത്ത് വെച്ച ഓർമ്മപ്പെട്ടവരെ, വഫീഹി അന്നൽ മുക്തസിബു ലിൽ മാൽ മിൻ ഗൈരി ഹല്ലിഹി ലാ യുബാരികു ലഹു ഫീഹി. ഒരു മുസ്ലിമിനെ അനുവദിക്കപ്പെടാത്ത മാർഗത്തിലൂടെ അയാൾ കച്ചവടത്തിൽ വല്ലതും വിറ്റ് ചെലവാക്കുന്നുണ്ടെങ്കിൽ വലാ യുബാരികു ഫീഹി, അവനതിൽ ബർക്കത്ത് കിട്ടൂല എന്നാണ് ഈ ഹദീസ്. കുറേ ചെലവാക്കും, നല്ല പൈസ ഉണ്ടാവും, നിനക്കതിലൊരു ബർക്കത്ത് അനുഭവിക്കാൻ കഴിയില്ലെന്ന് ഉലമാക്കന്മാരുടെ കൃത്യമായി പഠിപ്പിക്കുന്നത്. കൊണ്ട് ഹറാമായ വസ്തുക്കൾ ഉണ്ടാവരുത്, ഇസ്ലാമിക വിരുദ്ധമായ വസ്തുക്കൾ ഉണ്ടാവരുത്. റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് നല്ല പ്രാർത്ഥനയോടുകൂടെ
നമ്മൾ ആ രംഗത്തേക്കൊക്കെ കച്ചവട രംഗത്ത് ഉണ്ടാവുക, ഇബാദത്തുകളിൽ നിന്ന് പിന്നോട്ട് പോവാതിരിക്കുക, ദുആകൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈ സമ്പാദ്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൽ ഹറാമായ മാർഗത്തിലൂടെ കടന്നു വന്നാൽ എന്ത് സംഭവിക്കുന്നു? ആ മനുഷ്യന്റെ പ്രാർത്ഥന ആകാശലോകത്തേക്ക് ഉയരില്ല, ആ മനുഷ്യന്റെ ഇബാദത്തുകൾ അല്ലാഹു കബൂലാക്കില്ല, ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ നോക്ക് നിങ്ങൾ. ഹലാലല്ലാതെ പോയി കഴിഞ്ഞാൽ നരകത്തിലേക്കുള്ള വിറകാണെന്ന തിരിച്ചറിവുണ്ടാവുക. അല്ലാഹു നമ്മുടെ ജീവിതത്തിലും കച്ചവടത്തിലൊക്കെ മറക്കുന്നത് നൽകുമാറാകട്ടെ. കച്ചവടക്കാരെന്ന നിലയ്ക്ക് നമ്മൾ അറിയേണ്ടുന്ന ഇസ്ലാമിക മര്യാദകളെ അടുത്തൊരാഴ്ചയിൽ കാര്യമായി വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരും കൃത്യമായി പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സഹോദരന്മാർ, പല ആളുകളും 1 മണിക്കും 1:15 1:30 വന്നുകൊണ്ടിരിക്കുന്ന ഹുതുബയിലേക്ക്. സഹോദരങ്ങളെ, ആകെ ആഴ്ചയിലെ ഒരു ദിവസം മാത്രമാണ് ഒരു ജുമ നടക്കുന്നത്. അന്ന് തന്റെ ജുമാക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് നേരത്തെ എത്താൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആത്മാർത്ഥമായ റബ്ബിനോട് തൗബ ചെയ്ത് ചിന്തിക്കണം, എനിക്ക് എന്ത് തടസ്സമാണ്? കച്ചവടം ചെയ്യാൻ പറ്റൂല, ജോലി ചെയ്യാൻ പറ്റൂല, അതൊന്നും പറ്റാതിരിക്കുന്ന ഒരു ദിവസത്തിൽ ആ ഒരു സമയം നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് തടസ്സമാണുള്ളത്? 10 മിനിറ്റ് ശബ്ദം താഴ്ത്തിയിട്ട് ജമാഅത്ത് നമസ്കരിക്കാൻ കടയിൽ നിന്ന് വരാൻ ഒരുപാട് അവസരം ഉണ്ടായിട്ട് എത്ര കച്ചവടക്കാരത് ശ്രദ്ധിക്കാറുണ്ട്? ആത്മാർത്ഥമായി ചിന്തിക്കുക. ഇസ്ലാമിന് ഒരുപാട് വെല്ലുവിളികളുണ്ട്, ഇസ്ലാമിന് ഭീഷണികളുണ്ട്. ഇസ്ലാമിനെ ഇന്ന് കഠിനന്മാർ നോക്കി റാഞ്ചിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാണ് തിരുത്തേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ട്. അല്ലാഹു എല്ലാവിധ ഫിത്നകളിൽ നിന്നും ശർറിൽ നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ QHS ഖുർആൻ പഠനത്തിന്റെ അവസരങ്ങളിൽ ഇനിയും എത്തിപ്പെടാത്തവർ ഓർമ്മിക്കുക. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ പുരുഷന്മാർക്കും 11 മണിക്ക് സ്ത്രീകൾക്കും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ഒരു ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന, നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നാം ഓരോരുത്തരും മുന്നോട്ട് വരിക. നമ്മുടെ ഈ ഒരു പള്ളി നിലനിന്ന് പോകാൻ, ഇതിന്റെ സംരംഭങ്ങൾ കൃത്യമായി നടന്നു പോകാൻ, ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവുക, നല്ല സുതക ചെയ്ത സംരംഭത്തെ സഹായിക്കുക. അല്ലാഹു നമ്മുടെ എല്ലാ ജീവിത മേഖലകളും മറക്കാതെ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾ ബന്ധപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അല്ലാഹു ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ കൺകുളിർമയും സമാധാനവും നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.